തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണം ആടി ഉലയുകയാണ്. അത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് BJPക്ക് ഒറ്റയ്ക്ക് ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയത്. അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് NDA സംവിധാനം അല്ലെങ്കിൽ BJP സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ തലത്തിലൊന്നല്ല, വലിയ തലത്തിൽ പ്രയാസപ്പെടുത്തുന്നു. അത് മാത്രമല്ല, കേന്ദ്ര BJPക്കും പ്രധാനമന്ത്രിക്കും അടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ താല്പര്യമുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കോർപ്പറേഷൻ ഭരണം കിട്ടുക എന്നുള്ളത്. അവരെ വലിയ രീതിയിലുള്ള അംഗീകാരവും വലിയ രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്നത് അന്ന് തന്നെ അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം സംസ്ഥാന BJPക്കും ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന BJP ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യത്തിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് വിഷയം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അവിടെ കോർപ്പറേഷൻ്റെ കൗൺസിലർക്കെതിരെ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയം. അപ്പോൾ ഇദ്ദേഹം 2 കോർപ്പറേഷൻ കൗൺസിൽ പങ്കെടുത്തിട്ടില്ല. നിലവിൽ 3 കൗൺസിലും തുടർച്ചയായ രീതിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയോഗ്യരാക്കപ്പെടും എന്നുള്ളത് കോർപ്പറേഷൻ നിയമവ്യവസ്ഥയിൽ പറയുന്നതാണ്. കൗൺസിലർ നിർബന്ധമായി മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിലവിൽ 2 പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ആൾ ജയിലായ സമയത്ത് മൂന്നാമത് ഒന്നിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് തള്ളപ്പെട്ടു പോകും. അതായത് കോർപ്പറേഷൻ്റെ കൗൺസിലർ സ്ഥാനം അയോഗ്യമാകും എന്നുള്ളത് ഈ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ രാഷ്ട്രീയ രംഗത്ത് പ്രവേശനം ചെയ്യുകയും മേഖലയിലേക്ക് ഭരണത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല, സത്യപ്രതിജ്ഞാ ലംഘനമാണ്, രാജിവെക്കണമെന്ന് LDFും UDFും ആവശ്യപ്പെടുകയും ചെയ്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോർപ്പറേഷനകത്തും പുറത്തും അവരാൽ സൃഷ്ടിക്കപ്പെടുന്നു. 2 ഭാഗമായിട്ട് LDF സമരം നടത്തുന്നു, UDF അങ്ങനെയൊക്കെ തന്നെയാണ്. വായാട്ടുകോണം കൗൺസിലർ R. സുഗതനെതിരെ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവിഷൻസ് ആക്ട് കാപ്പ പ്രകാരമാണ് കേസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കേസ് നോക്കാം. 2019 മുതൽ 2026 വരെ 7 ക്രിമിനൽ കേസിൽ മൂപ്പര് പ്രതിയാണ്. അതിൽ 3 വധശ്രമ കേസാണ്. നല്ല പുള്ളിയാണ് കക്ഷി. വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണ കേസിൽ മുഖ്യപ്രതിയായി കാപ്പ പ്രകാരം 2023 25 നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസിലും മറ്റുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ ക്രിമിനൽ കേസ് ഉണ്ട് എന്നുള്ളതാണ്. ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും അവിടെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ BJPയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പിടിച്ച് വലിച്ച് കയറ്റിങ്ങാണ്ട് കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ ചാനൽ റിപ്പോർട്ടും പുറത്തുവിട്ടതാണ്. CPMും കോൺഗ്രസും ഇദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്ന് നിലവിലെ സാഹചര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഗ്യനാവാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് അവരുടെ പക്ഷം. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കാപ്പ ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് BJP വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 7 കേസ് നടത്തപ്പെടുന്ന സമയത്തും ഇത് തന്നെയാണോ നിലപാട്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് LDF UDF ചോദിച്ചതിന് അവർക്ക് മറുപടി പറയാനായിട്ട് സാധിക്കുന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവസ്ഥാ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2025 അതായത് കഴിഞ്ഞ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയുള്ള ആകെ കോർപ്പറേഷൻ്റെ എണ്ണം 101. BJPക്ക് 50. BJPക്ക് എന്ന് പറയുന്ന സമയത്ത് NDA സഖ്യം, അത് ചില സ്ഥലത്തൊക്കെ BJP ഡയറക്റ്റായിട്ടും NDA സഖ്യത്തോടു കൂടി അങ്ങനെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അവർക്ക് 50 സീറ്റാണ്. CPIMന് 26, CPIക്ക് 3, കോൺഗ്രസിന് 17, മുസ്ലിം ലീഗിന് 2, RSPക്ക് 1, 2 സ്വതന്ത്രന്മാരും. ഇങ്ങനെയാണ് അവിടുത്തെ പാറ്റേൺ വരുന്നത്. അപ്പോൾ BJPക്ക് 50, പിന്നീട് ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ BJP വാങ്ങുകയും ചെയ്തു. ഷാജി S. തുമ്പ അദ്ദേഹമാണ് BJPയെ പിന്തുണച്ചത്. അപ്പോൾ അങ്ങനെ സമയത്ത് അവർക്ക് എത്രയായി? 51. പ്രതിപക്ഷത്തിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എല്ലാത്തിനോട് എത്രയായി? 49. ഈ 2 സീറ്റിൻ്റെ മാറ്റത്തിനാണ് അവിടെ ഭരണം നടത്തുന്നതെന്ന് ചുരുക്കം. അപ്പോൾ NDAക്ക് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അവരുടെ കക്ഷിയാകുന്ന സമയത്ത് 51 സീറ്റ്, LDFന് CPMനും CPIക്കും കൂടി 29, UDFന്
INC, IUML, RSP ചേർത്തിട്ട് 20. അങ്ങനെ സമയത്ത് 49 സീറ്റ് ഇപ്പോൾ നിലവിൽ LDF നും UDF നും ഉണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി രണ്ട് പക്ഷം ചേരാതെ നിൽക്കുന്നുണ്ട്. അത് അനിത എസ് നായർ വെട്ടുകാടിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച കക്ഷിയാണ്. ഭരണപക്ഷത്ത് 51, പ്രതിപക്ഷത്ത് 49, പിന്നെ പ്ലസ് നമ്മൾ പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും. വാർഡ് 20 20-ലെ വായാട്ടുകോണത്താണ് ഇതേ മത്സരിച്ചത്. നമ്മുടെ R സുഗതൻ എന്ന് പറയുന്ന കക്ഷി NDAയുടെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. സുഗതൻ 1939 വോട്ടാണ് ലഭിച്ചത്. തൊട്ട് എതിർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന LDFന് 1881 വോട്ട്. അതിൻ്റെ താഴെ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് 1796 വോട്ട്. വിജയിച്ചതിൻ്റെ ഭൂരിപക്ഷം 58 വോട്ട് മാത്രമാണ്. 58 വോട്ട് മാത്രമാണ് അവിടെ വിജയിച്ചത്. അഥവാ 29 വോട്ട്. ഇനിയൊരു റീ എലക്ഷൻ നടക്കുകയാണെങ്കിൽ 29 വോട്ട് അങ്ങോട്ട് മറിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും BJP തോൽക്കും. ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ BJPയും LDFും UDFും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഈ കോർപ്പറേഷനിൽ BJPയുടെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് BJP ആരോപിക്കുന്നു. അത് ഏറെക്കുറെ ശരി തന്നെയാണ്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം അങ്ങനെ തന്നെയാണല്ലോ. ഭരണം അട്ടിമറിക്കാൻ വേണ്ടി നോക്കും. അട്ടിമറിക്കുകയല്ല, ഇദ്ദേഹത്തെ അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ അവിടെ റീഎലക്ഷൻ വരും. റീഎലക്ഷൻ വന്നു കഴിഞ്ഞാൽ BJP LDFും UDFും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത അല്ല, ഉറപ്പാണ്. കാരണം വെച്ചാൽ 30 വോട്ടേനും അറിഞ്ഞാൽ മതി. ഇനി ത്രികോണ മത്സരം വന്നാൽ പോലും ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ അവിടെ BJP ജയിക്കില്ല. കാരണം അത് LDFിൻ്റെ സീറ്റാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു ജയം കിട്ടി എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സീറ്റ് രീതികളൊക്കെ വലിയ മാറ്റം വരും. എങ്ങനെ മാറ്റം വരും? അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ പോകും. BJPക്ക് 50 സീറ്റുള്ളത് 49 ആവും. ഇവിടെ UDFനും LDFും സംയുക്തമായ രീതിയിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ സീറ്റ് 49-ൽ 50 ആവും. 50-50 ആനുപാതികമായിട്ട് വരും. പിന്നെ അവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരും. ഈ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവിടെ വലിയ രീതിയിലുള്ള നിർണായകമാവും. അതിൽ ഒരാൾ പിന്തുണച്ചാൽ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിലവിലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാജി എസ് തുമ്പ എന്ന് പറയുന്ന ആൾ NDA പിന്തുണച്ചുകൊണ്ടാണ് അവിടെ ഭരണം നിലനിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ പിന്തുണക്കുന്ന ഒരു സ്ഥിതി വന്നാൽ പോലും അവർക്ക് 50 സീറ്റേ ആവൂ. പിന്നെ രണ്ടാമത്തെ സ്വന്തം സ്ഥാനാർത്ഥി അയക്കുന്ന അനിത എസ് നായർ കാടിന്ന് ജയിച്ച അനിത എസ് നായരാണ് പിന്തുണക്കുന്നത് എങ്കിൽ, അതായത് LDF UDFിനെ പിന്തുണക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭരണം താഴെ വീഴും എന്ന് ഉറപ്പാണ്. കാരണം ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തിരുവനന്തപുരം രാഷ്ട്രീയം മാറി മറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയിട്ട് മറ്റ് ജില്ലകളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആ തരത്തിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ചത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആളുകളൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വിജയിച്ച് കയറിക്കഴിഞ്ഞാൽ സർവ്വ മേഖലയിലും അത് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 MLAമാർ നിയമസഭയിലെത്തിയത്. കൂടി വന്നാൽ ഒരു MLA മാത്രമാണ് എത്താറുള്ളത്. പിന്നെ അത് തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ട് 5-10 വർഷമായി. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു BJP നോക്കിക്കണ്ടത്. 15 സീറ്റൊക്കെ കിട്ടും, 15 ജയിക്കും എന്നൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. അങ്ങനെ വരുന്ന സമയത്ത് LDFും UDFിനും ഇടയിൽ വലിയ രീതിയിലുള്ള നിർണായക ശക്തിയായിട്ട് മാറും. ആരാണ് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കേണ്ടത് BJP ആയിരിക്കും. ഇതൊക്കെയായിരുന്നു ഇലക്ഷൻ സമയത്തുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ. ആ പ്രചരണത്തിനൊക്കെ വിപരീതമായ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് മറ്റൊരു വിഷയം. എന്നാലും അവർക്ക് 3 സീറ്റ് ജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ തിളക്കമായിരിക്കുന്ന ഒരു മുന്നേറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിടിച്ച കോർപ്പറേഷൻ തന്നെ താഴെ വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതും ഒരു തരത്തിലും പാർട്ടിക്ക് ന്യായീകരിക്കാൻ പറ്റാത്തതാണ് വിഷയം. അഴിമതി ആരോപണങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. മറ്റ് ഈ നമ്മുടെ ഗണേശനുമായിട്ട് ബന്ധപ്പെട്ട പോലെയുള്ള വിഷയങ്ങൾ, ഈ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും കുടുംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലൊക്കെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെടുത്തും അങ്ങനെയൊക്കെ സമീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം പേരുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും.
പക്ഷേ ഇപ്പോൾ ബി ജെ പി പെട്ടിരിക്കുന്ന കാര്യം അങ്ങനെയല്ല. ബി ജെ പി പെട്ടിരിക്കുന്നത് കാപ്പ കേസാണ്. അത് ക്രിമിനൽ കേസാണ്. അത് ഒരു കേസല്ല, ഒരുപാട് കേസുണ്ട്. 7 കേസ് അങ്ങനെ പറയുന്നു, 2 കേസ് വേറെ പറയുന്നു, പിന്നെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വേറെ പറയുന്നു. ആ തരത്തിലേക്ക് പോകുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ആറ്റുനോറ്റുണ്ടാക്കിയ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അത് വീണുടയാൻ പോകുന്നു. അതിൽ നിന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഥവാ കോർപ്പറേഷൻ വീഴാൻ പോവുകയാണ് എന്ന് ചുരുക്കം.